നമസ്തേ. സ്വർഗത്തിൽ പോവാൻ ആഗ്രഹിക്കാത്തവര് ഉണ്ടാവില്ല. ഏറ്റവും സുഖമായിട്ടുള്ള സ്ഥലം എവിടെയത്? ഭൂമിക്ക് മുകളിൽ. അവിടുത്തെ പ്രധാന ദേവൻ ഈ രാജാവ് എന്ന് പറയുന്നത് ഇന്ദ്രനാണ്. പിന്നെ ധാരാളം ദേവന്മാർ. അവിടെ ചെന്നാൽ നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാം. 10 ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള സുഖങ്ങളും അനുഭവിക്കാം എന്നാണ്. ഒട്ടും കുറവില്ലാതെ ധാരാളമായിട്ട്. പിന്നെ അവിടെ വിശേഷപ്പെട്ട ഒരു വൃക്ഷമുണ്ട്, കൽപ്പവൃക്ഷം. അതിനോട് നമ്മൾ എന്ത് ചോദിച്ചാലും തരും. ഇങ്ങനെയുള്ള ആ സ്വർഗത്തിൽ പോവാൻ എന്താ മാർഗം? അതിന് ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെക്കുറിച്ച് വേദങ്ങളില്, ശാസ്ത്രങ്ങളില്, പുരാണങ്ങളിലൊക്കെ വർണ്ണിക്കുന്നുണ്ട്. അതനുസരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗത്തിൽ പോവാം. ധാരാളം പുണ്യമാവും ഇപ്പൊ സ്വർഗത്തിൽ പോവാം. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, ആ പുണ്യമൊക്കെ തീർന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് മടങ്ങി പോരണം ഭൂമിയിലേക്ക് തന്നെ. അത് ചില സന്ദർഭങ്ങളിൽ ദേവന്മാർക്ക് തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അസുരന്മാരൊക്കെ ആക്രമിച്ച സമയത്ത് ദേവേന്ദ്രന് തന്നെ സ്ഥാനം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ സ്വർഗം എന്നുള്ളത് സ്ഥിരമായിട്ട് ആർക്കും ലഭിക്കുന്നതല്ല എന്നർത്ഥം. എന്നാൽ ഈ സ്വർഗം ഭൂമിയിൽ തന്നെയാണ് എന്നാണ് കപില മഹർഷി പറയുന്നത്. അദ്ദേഹം അരുളി ചെയ്യുന്നു, നല്ല കാര്യങ്ങൾ ചെയ്താൽ പുണ്യമുണ്ടാവും, അപ്പൊ സുഖമുണ്ടാവും, അപ്പൊ സ്വർഗം ഇവിടെ തന്നെയായി. ചീത്ത കാര്യങ്ങൾ ചെയ്താൽ പാപമുണ്ടാവും, അപ്പൊ കഷ്ടതകൾ വരും, അപ്പൊ നരകം ഇവിടെ തന്നെയായി. അങ്ങനെ സ്വർഗവും നരകവും ഭൂമിയിൽ തന്നെയാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഈ സ്വർഗത്തിൽ പോവാൻ പണ്ട് മഹാബലി ശ്രമിക്കുകയുണ്ടായി ഇന്ദ്രന്റെ സ്ഥാനം നേടാനായിട്ട്. 100 യാഗങ്ങൾ ചെയ്താൽ ഇന്ദ്രപദവി ലഭിക്കും എന്നാണ്. അങ്ങനെ യാഗം ചെയ്ത് അവസാന സമയത്ത് മഹാവിഷ്ണു വാമനനായിട്ട് അവതരിച്ചു. എന്നിട്ട് മഹാബലിയെ തടഞ്ഞു. എന്താ കാരണം? ആ കാലത്തെ ഇന്ദ്രൻ പുരന്ദരനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഭഗവാൻ മഹാബലിയെ അനുഗ്രഹിച്ചു. എന്നിട്ട് സുതലത്തിലേക്ക് അയച്ചു. അവിടെ പോയി താമസിച്ചോളൂ. പുരന്ദരന്റെ കാലാവധി കഴിയുമ്പോൾ ഇന്ദ്രനാവാം, അതായത് അടുത്ത ഇന്ദ്രനാവാനായിട്ട് മഹാബലി സുതലത്തിൽ കഴിയുന്നു എന്നാണ്. ആ സുതലത്തിന്റെ പ്രത്യേകത എന്താ? സ്വർഗത്തേക്കാൾ സുഖമാണ് അവിടെ എന്നാണ്. അവിടെ ദേവന്മാർക്ക് പോലും പ്രവേശനമില്ല. മഹാവിഷ്ണു മഹാബലിക്ക് കാവലായിട്ട് നിൽക്കണം. ഇങ്ങനെ ആണെങ്കിലും സ്വർഗത്തിൽ ഭക്തിയില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സ്വർഗവാസികൾ തന്നെ ഭൂമിയിൽ ജനിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പരമാനന്ദം നൽകുന്ന ഭക്തി ഭൂമിയിലേ ഉള്ളൂ. ഏതായാലും സ്വർഗം എന്നുള്ളത് സുഖമായിട്ടുള്ളൊരു സ്ഥലം, ഒരു സങ്കല്പം, അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്നും നമുക്ക് വേണമെങ്കിൽ പറയാം. നാരായണീയത്തിൽ സ്വർഗത്തെക്കുറിച്ച് മറ്റൊരു തരത്തിൽ പറയുന്നു. സ്വർഗം കിട്ടും എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ സുഖങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത് സൽക്കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കാനാണെന്നാണ്. ഏതുപോലെ കുട്ടികൾക്ക് കഷായം കൊടുക്കുമ്പോൾ അത് കുടിക്കാനായിട്ട് ശർക്കര അല്ലെങ്കിൽ കൽക്കണ്ടം, പഞ്ചസാരയൊക്കെ കൊടുക്കും. എന്താ അതിൻ്റെ ഉദ്ദേശം? കുട്ടികൾ കഷായം കുടിക്കണം, അല്ലാണ്ട് മധുരം കൊടുക്കലല്ല. ആ കഷായം കുടിക്കാൻ പ്രേരിപ്പിക്കാനാണ്
ഈ മധുരം കൊടുക്കുന്നത്. അതുപോലെ മാലോകര് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിനു വേണ്ടിയിട്ട് ആണ് ഈ സ്വർഗത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നത്. എങ്ങനെയായാലും സൽക്കർമ്മം ചെയ്യാനാണല്ലോ പറയണത്. അത് ചെയ്യാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവട്ടെ, സ്വർഗത്തിൽ പോകാൻ വേണ്ടിയിട്ടായാലും അല്ലെങ്കിലും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.